നമുക്ക് ഇതിൻ്റെ ആകാശ ദൃശ്യങ്ങളടക്കം കൂടുതൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ചില സ്ഫോടനങ്ങൾ നടന്ന ഏരിയ, അതിന് സമീപത്തെ തന്ത്രപ്രധാനമായിട്ടുള്ള ഇടങ്ങൾ, അവിടെയൊക്കെ ആളുകൾ തിങ്ങി കൂടുന്ന ഒരു മേഖല കൂടിയാണ്. എന്തായാലും നമുക്ക് ആ കാര്യങ്ങൾ കൂടി കൂടുതൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നോടൊപ്പം എഴുതപ്പോൾ പുതുശ്ശേരി കൂടി ചേരുന്നുണ്ട്. കാരണം ഇതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ അതായത് നമുക്കറിയാം ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ്, ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു പ്രദേശം. അവിടെ വൈകിട്ടാണ് സ്വാഭാവികമായും ആളുകൾ കൂട്ടത്തോടെ വരിക. അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മെട്രോ സ്റ്റേഷന് സമീപമായി 3 മണിക്കൂർ നേരം ഈ കാർ കാത്തുകിടക്കുന്നത്. അതിനുശേഷം വാഹനം എടുക്കുന്നു, പൊടുന്നനെ അവിടെ ഒരു സിഗ്നൽ വീഴുന്നു. 6:52 എന്ന് പറയുന്ന ടൈമിലേക്ക് വരുമ്പോഴത്തേക്ക് കാർ പൊടുന്നനെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഈ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊരു ചീളുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വസ്തുക്കളൊക്കെ കണ്ടെത്താറുള്ളത്. പക്ഷേ അതിലേക്കൊന്നും തന്നെ ഇതുവരെ എത്തുന്നില്ല. ഒരു തരത്തിലും നമുക്ക് ഇതൊരു ഭീകരാക്രമണ ശ്രമമല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത കാരണമെന്ന് പറയുന്നത് ഈ കാർ പലയിടങ്ങളിലും നിർത്തിയിട്ടതും ഒപ്പം തന്നെ ഈ പറയുന്ന ഹരിയാന രജിസ്ട്രേഷനുള്ള കാർ എങ്ങനെ ഡൽഹിയിലേക്ക് വന്നു, അതും ഡൽഹിയിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഇടങ്ങളിൽ ചില രീതിയിൽ ഈ പറയുന്ന രീതിയിൽ കാറുകൾ സംശയാസ്പദമായ രീതിയിൽ കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ചില വ്യാപ്തി അത് നമുക്കിതിൽ പ്രകടമാവുകയും ചെയ്തത് എന്നുള്ളത് തന്നെയാണ്. അതിൽ ചില വ്യക്തത കൂടി വരേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് റെഡ് ഫോർട്ട് ഏരിയ, അവിടെ കൂടുതൽ ആളുകൾ ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്ന ഇടം കൂടിയാണ് എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കപ്പെടുമ്പോൾ ഒരു തരത്തിൽ നമുക്ക് ചില സംശയങ്ങൾ ബലപ്പെടുന്നതിൻ്റെ കാരണം ഈ കാർ തന്നെയാണ്. അതിൽ ആരാണ് ഉണ്ടായിരുന്നത്? അതിൽ ഉമർ മുഹമ്മദ് എന്ന ആളാണോ? അതായത് പോലീസും അന്വേഷണ സംഘവും ഒക്കെ സംശയിക്കുന്ന പോലെ തന്നെ ഉമർ മുഹമ്മദ് എന്ന വ്യക്തിയായിരുന്നു ആ കാറിലുണ്ടായിരുന്ന. ആ കറുത്ത മാസ്ക് ധരിച്ചിട്ടുള്ള ആ വ്യക്തി ഉമർ മുഹമ്മദ് ആണോ എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ ഇത് ഈ ഒരു കാറിൻ്റെ ഒരു സഞ്ചാരി കാര്യങ്ങൾ മിഥുൻ, ഈ കാറിന്റെ കാര്യത്തിൽ നേരത്തെ മിഥുൻ സൂചിപ്പിച്ചുവെങ്കിൽ പോലും അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ നമ്മൾ സീനിയർ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ ഇത് ആദ്യം ഗുരുഗ്രാമിൽ രജിസ്റ്റർ ചെയ്ത കാറാണ്. ഈ ഗുരുഗ്രാമിൽ രജിസ്റ്റർ ചെയ്ത കാറ് അത് HR26 എന്നുള്ള രജിസ്ട്രേഷൻ നമ്പർ ആയിരുന്നു. അതിനുശേഷം 4 തവണ ഇല്ലീഗലായി നിയമവിരുദ്ധമായി കാറിന്റെ രജിസ്ട്രേഷൻ മാറിയിട്ടുണ്ട്, കാറിന്റെ ഉടമയെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും 4 തവണ ആദ്യം സൽമാൻ എന്നുള്ള ആളുടെ പേരിലാണ്, മുഹമ്മദ് സൽമാൻ, HR26 എന്നുള്ള രജിസ്ട്രേഷനിൽ കാറ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നു. സൽമാൻ അതിനുശേഷം ദേവേന്ദ്രയിലേക്ക് ആ കാറിന്റെ പേര് മാറ്റുന്നു. അത് മറച്ചുവിറ്റതാണോ അല്ലെങ്കിൽ അവർ തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇനി കൂടുതൽ വ്യക്തത വരേണ്ടത്. ഈ ദേവേന്ദ്രയിൽ നിന്നാണ് സോനു എന്നുള്ള വ്യക്തിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ദേവേന്ദ്ര ആദ്യം മുഹമ്മദ് സൽമാൻ, സൽമാനിൽ നിന്ന് ദേവേന്ദ്ര, ദേവേന്ദ്രയിൽ നിന്ന് സോനു, സോനുവിൽ നിന്ന് ഏറ്റവും ഒടുവിൽ താരിഖ് എന്നുള്ളതാണ്. ഷംബൂര, പുൽവാമയിലെ ഷംബൂരയിലുള്ള താരിഖിലേക്കാണ് ഏറ്റവും ഒടുവിൽ ഈ കാറിന്റെ ഓണർഷിപ്പ് എത്തുന്നത്. അപ്പോൾ ഈ i20 കാറ് എങ്ങനെ ഈ 4 വട്ടം 2014 ശേഷമാണ് ഈ കാറിന്റെ രജിസ്ട്രേഷന്റെ ഈ മാറ്റം കാണുന്നത് 4 തവണ. അപ്പോൾ അത് എത്രമാത്രം നിർണായകമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. എന്താണെങ്കിലും അതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് എന്താണെങ്കിലും മിഥുൻ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഒരു ആകാശ ദൃശ്യത്തിലേക്ക് നമുക്ക് പോയാൽ എങ്ങനെയാണ് ഈ ഇവിടെ ഒരു ആക്രമണത്തിന്റെ ആദ്യ സമയങ്ങളിൽ കണ്ടത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ. ഇതാണ് ചെങ്കോട്ട പ്രദേശം. ഈ ചെങ്കോട്ട പ്രദേശത്ത് നമ്മൾ കാണുന്ന പോലെ ഇത് ഈ ചാന്ദിനി ചൗക്ക് ഏരിയ ഇതാണ്. ഈ ചാന്ദിനി ചൗക്ക് ഏരിയയിൽ വളരെ ജനനിബിഡമായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് കാണാം എത്രമാത്രം കെട്ടിടങ്ങളും ജനവാസ കേന്ദ്രങ്ങളും തിങ്ങി നിറയുന്ന ഒരു ഇടമാണ്, ജനവാസ കേന്ദ്രമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത്രമാത്രം ഒരു തിരക്കേറിയ ഒരിടത്ത് ഏതാണ്ട് 3 മണിക്കൂറോളം സമയം ആ കാറ് അവിടെ ചെലവിട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ 3 മണിക്കൂർ സമയം ഈ കാറ് ഇവിടെ ചെലവിടുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും സുരക്ഷയുള്ള രാജ്യ തലസ്ഥാനത്ത് അത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടി വരിക. ഇതാണ് നമ്മൾ കാണുന്ന റെഡ് ഫോർട്ട്. ഈ റെഡ് ഫോർട്ടിന്റെ ഏതാണ്ട് ഈ കാണുന്ന പ്രദേശത്താണ് ഇന്നലെ ബ്ലാസ്റ്റ് നടന്നത്. ഈ ഭാഗത്താണ് ബ്ലാസ്റ്റ് നടക്കുന്നത് എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭ്യമായി വരുന്നത്. ഇനി റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ, ലാൽ കില, ഈ റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന്റെ അവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത് ഈ കാർ. ആദ്യ മണിക്കൂറുകൾ സമയം ഈ കാർ പാർക്ക് ചെയ്തതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ന്യൂസ് 18 അത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. കാറ് പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന്, അതായത് ഈ മെട്രോ സ്റ്റേഷൻ ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ ഈ ചെങ്കോട്ടയ്ക്ക് മുന്നിലുള്ള നേരെ മുന്നിലുള്ള ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. അതായത് കേവലം 300 മീറ്റർ ദൂരമാണ്. ഇത്രയും ദൂരം ഈ ഇവിടെ നിന്ന് റെഡ് ഫോർട്ടിലേക്കുള്ള ദൂരം കൂടി പരിശോധിക്കാം.
റെഡ് ഫോർട്ടിലേക്ക് ദൂരം ഒന്ന് ഈ കാണുക, ഇതാണ് റെഡ് ഫോർട്ടിന്റെ പ്രധാന എൻട്രി. ഈ റെഡ് ഫോർട്ടിൽ നിന്ന് ഈ തൊട്ട് മുമ്പ് കാണുന്ന ഇവിടേക്കും ഏതാണ്ട് 400 മീറ്റർ മാത്രമാണ് ദൂരം. അതായത് ഈ 700 മീറ്റർ വ്യത്യാസത്തിലാണ് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള ഏറ്റവും രാജ്യം തന്നെ എപ്പോഴും ജനനിബിഡമായി നിൽക്കുന്ന ഒരു കേന്ദ്രത്തിൽ ഒരു സ്ഫോടനം നടത്തിയത് എന്നുള്ളതാണ് വളരെ ഗൗരവപരമായിട്ടുള്ള കാര്യം. അപ്പോൾ അതായത് ഞാൻ അത് സൂചിപ്പിച്ചല്ലേ, റെഡ് ഫോർട്ട് ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് കാർ എടുത്ത് ഇവിടെ വരുന്നു, ഇവിടെ ബ്ലാസ്റ്റ് ഉണ്ടാവുന്നു. ഈ മെട്രോയും ഈ ജംഗ്ഷനും റെഡ് ഫോർട്ടും തമ്മിലുള്ള ദൂരം അത് കേവലം 300-400 മീറ്റർ മാത്രമാണ് ദൈർഘ്യം എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, ഇന്നലെ റെഡ് ഫോർട്ടിൽ ജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ദിനമായതിനാൽ തന്നെ അത് അത്രമാത്രം തിരക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരം. അല്ലെങ്കിൽ ഇതിലെ കണക്ക് ഇനിയും മാറുമായിരുന്നു. ഇനി മറ്റൊരു റിപ്പോർട്ട് വരുന്നത്, ഈ ട്രാഫിക് സിഗ്നൽ, ഇതൊരു ട്രാഫിക് ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് ഇവർ ഈ ചാന്ദിനി ചൗക്ക് ഏരിയ, ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഈ ചാന്ദിനി ചൗക്ക് ഏരിയ വളരെ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജനങ്ങൾ പാർക്കുന്ന, ഒരുപാട് വ്യവസായങ്ങളുള്ള, ഒരുപാട് ബിസിനസ് കേന്ദ്രങ്ങളുള്ള ഒരു ഏരിയയാണ്. അത്രമാത്രം നമുക്കറിയാം ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് ഉൾപ്പെടെയുള്ളവ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ ചാന്ദിനി ചൗക്ക് ഏരിയ. അവിടെ വളരെ നിർണായകമായിട്ടുള്ള ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. അങ്ങോട്ടേക്കാണ് ഈ ആക്രമണത്തിന്റെ ആദ്യ പദ്ധതി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനും ഒരു കാരണം ഇത് തന്നെയാണ്. റെഡ് ഫോർട്ട് അല്ലെങ്കിൽ ചെങ്കോട്ട ഇന്നലത്തെ ദിവസത്തിൽ അവിടെ ജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായും കൂടുതൽ ജനങ്ങളുടെ സ്ഥലത്തേക്ക് ഒരു ആക്രമണം നടത്തുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായ ചില അസാധാരണമായി അവർ നേരിട്ട എന്തൊക്കെയോ പ്രതിസന്ധികൾ, അത് ട്രാഫിക് റിലേറ്റഡ് ആവാം, എന്താണെങ്കിലും അവിടെ തന്നെ ഈ ബ്ലാസ്റ്റ് നടത്താനുള്ള തീരുമാനത്തിൽ എത്തുകയായിരുന്നു. അങ്ങനെ ഈ റെഡ് ഫോർട്ടിന്റെ നേരെ മുന്നിൽ വെച്ച് തന്നെയാണ് ഈ ബ്ലാസ്റ്റ് നടന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതാണ് ഇതൊരു ആകാശ ദൃശ്യം. നമുക്ക് കാണാം റെഡ് ഫോർട്ട് ഏരിയ, ചെങ്കോട്ടയാണ് ഈ കാണുന്നത്. റെഡ് ഫോർട്ടിന്റെ തൊട്ട് മുന്നിൽ വെച്ച് തന്നെ രാജ്യത്തെ നടുക്കിക്കൊണ്ട് അത്തരത്തിലൊരു സ്ഫോടനം നടക്കുന്നു. അതായത് കൃത്യമായി പറഞ്ഞാൽ റെഡ് ഫോർട്ടിന് നേരെ മുന്നിൽ ഇന്ത്യയുടെ കോട്ട, ഇന്ത്യ ചെങ്കോട്ടയെ കാണുന്ന ആ കോട്ടയ്ക്ക് മുന്നിൽ തന്നെ ആ ഒരു സ്ഫോടനം നടത്തി എന്നുള്ളതാണ് ഒരു പക്ഷേ അതിൽ ശ്രദ്ധേയമായി മാറുക. അത് ഏതാണ്ട് 3 മണിക്കൂറോളം സമയം ഈ പ്രദേശങ്ങളിൽ കിടന്ന് ആ I-20 കാർ കറങ്ങിയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. MC മിഥുൻ വീണ്ടും നമ്മോടൊപ്പം ചേരും. മിഥുൻ, നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് നാൾ മിഥുനും ഡൽഹി പ്രദേശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വളരെ തിരക്കേറിയ ഒരു സ്ഥലം, ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഇടമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം. സ്വാഭാവികമായും ഈ മരണസംഖ്യ നിലവിലത് 11 വരെയായി എന്നുള്ളതാണ് കണക്കുകൾ. പക്ഷേ അതിലും കൂടുമായിരുന്നു ഇന്നലത്തെ ഒരു സാഹചര്യം കൂടി പരിശോധിച്ചാൽ. അത് ഭീകരവാദികൾ ആരുമാവട്ടെ, ജെയ്ഷെ മുഹമ്മദ് ഇപ്പോൾ അതിൽ സംശയനിഴലിലാണ്. അതിൽ സ്ഥിരീകരണം വരണം. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമോ വന്നിട്ടില്ല. അവരത് ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട ഒരു കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ അവിടെ ഒരു ചാവർ സ്ഫോടനം നടത്താനുള്ള ശ്രമം, അത് രാജ്യം വളരെ ഗൗരവത്തോടെ നോക്കില്ലേ? തീർച്ചയായും എഴുതും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ തന്ത്രപ്രധാനമായ ഒരു മേഖല തന്നെയാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടം കൂടിയാണ് തൊട്ട് സമീപമായിട്ടുള്ളത്. പ്രത്യേകിച്ച് എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം റെഡ് ഫോർട്ടിന് വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമില്ലായിരുന്നു. അവിടെ അവധി ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്ക് അനുമാനിക്കാം റെഡ് ഫോർട്ട് അല്ലായിരുന്നു അവരുടെ ലക്ഷ്യമെന്നുള്ളത്. പക്ഷേ മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ ചാന്ദിനി ചൗക്ക് മാർക്കറ്റ്. ആ മാർക്കറ്റിൽ വൈകിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് ഒരു 5 മണിക്ക് ശേഷം 6 മണി ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ആ മാർക്കറ്റ് പൂർണ്ണമായും നിറഞ്ഞു കവിയുന്ന രീതി. അതായത് ഒരാളെ തട്ടി അല്ലാതെ അവിടെ നടന്നു നീങ്ങാൻ പറ്റാത്ത തരത്തിൽ അത്രത്തോളം തിരക്കുള്ള ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് തന്നെ വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. പലരും ഡൽഹിയിൽ പോയാൽ ഈ പറയുന്ന ചാന്ദിനി ചൗക്ക് മാർക്കറ്റിലും ഒപ്പം തന്നെ സരോജിനി മാർക്കറ്റിലും ഒക്കെ കയറി ഇറങ്ങി സാധനങ്ങൾ വാങ്ങിച്ചാണ് പലരും തിരികെ നാട്ടിലേക്ക് മടങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇവർ ഈ മേഖല തന്നെ ലക്ഷ്യം വെച്ചിരിക്കാമെന്ന് അന്വേഷണ സംഘം അനുമാനിക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ച ഉണ്ടായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ കാണുന്ന ഈ ട്രാഫിക് സിഗ്നലിൻ്റെ ഭാഗത്ത് വെച്ച് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അവർ ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ എന്തോ പാളിച്ച ഉണ്ടായി. ആ പാളിച്ച ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ആക്രമണത്തിലേക്ക് പോകാൻ പറ്റാത്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഈ മാർക്കറ്റിലേക്ക് ഇടിച്ചു കയറിയിരുന്നുവെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറം വലിയൊരു ഭീകരാക്രമണത്തിലേക്ക്, അല്ലെങ്കിൽ അത്രത്തോളം ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് പഹൽഗാം